റാന്നി പെരുന്നാട്ടിൽ നിന്ന്, ഈ കുരിശുമലയിൽ നിന്ന് പട്ടത്ത് വന്യപിതാവ് ഖബറടങ്ങിയിരിക്കുന്ന ഭാഗ്യങ്ങളുടെ കലവറയിലേക്ക് തീർത്ഥാടന പദയാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ സഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഭദ്രാസനങ്ങളുടെയും മിഷൻ കേന്ദ്രങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഖബറിങ്കിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചു. ഈ ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രധാന തീർത്ഥാടന പദയാത്രയോട് അവർ ചേരുന്നതാണ്. ഓർമ്മ പെരുന്നാളിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നാം എല്ലാവരും പൂർണ്ണമായോ ഭാഗികമായോ പൂർണ്ണ മനസ്സോടുകൂടി നാം ഈ ശുശ്രൂഷയിൽ ചേരുകയാണ്. അനേകർക്ക് അത്ഭുതമായി, അനേകര് വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഈ 5 ദിനങ്ങളിലെ നമ്മുടെ സഭയുടെ ഈ തീർത്ഥാടന പദയാത്ര അനേകരുടെ മനസ്സിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരോർമ്മയായി അത് വളരുകയാണ്. കർത്താവ് തന്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരോട് ചേർന്ന് അവരുടെ മധ്യേ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ അർത്ഥം ബോധ്യപ്പെടുത്തുന്നതിന് ദൈവമാണ് കർത്താവ്, അവിടുന്നാണ് സർവശക്തൻ എന്ന് അനുസ്മരിപ്പിക്കുന്നതിന് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. തന്റെ ശരീരവും രക്തവും മുഴുവനായി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വഴിയാഹാരമായി, ജീവന്റെ പാനീയമായി താൻ നൽകുന്നു. നിങ്ങളിത് മുറിക്കണം, ഭക്ഷിക്കണം, ജീവിക്കണം. ഇതുപോലെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവിതവും രൂപാന്തരപ്പെടണം. എന്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചു. പിതാവ് കൽപ്പിച്ചതെല്ലാം പുത്രൻ അപ്രകാരം ചെയ്തു. ജീവിതത്തിന്റെ സന്ധ്യാവേളയിൽ അവിടുന്ന് പറയുന്നു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. കാനായിലെ കല്യാണ വിരുന്നിന് ശേഷം, അത്ഭുത പ്രവൃത്തിക്ക് ശേഷമല്ല, തന്റെ ജീവൻ എടുക്കപ്പെടുന്നതിന്റെ തലേ രാത്രിയിൽ അതിന്റെ മുഴുവൻ വേദനയും സംഗ്രഹിച്ച്, എന്നാൽ പിതാവ് തരുന്ന കാസ അത് ഞാൻ സ്വീകരിക്കും. വേദനയുണ്ട്, ക്ലേശമുണ്ട്. കൂടെയിരുന്ന് ആശ്വസിപ്പിക്കുവാൻ വിളിച്ചുകൊണ്ടുപോയവർ കൂടെയില്ല എന്നെല്ലാ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവപിതാവിന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് തന്റെ ഹൃദയത്തിന്റെ ആ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളാണ്. നാം എന്താണ് ഈ പിതാവിനെ കുറിച്ച് ഈ പെരുന്നാളിൽ ഓർക്കാനുള്ളത്? പിതാവിന്റെ ആകാര സൗഷ്ഠവം, പിതാവിന്റെ വിദ്യാഭ്യാസ ഔന്നത്യം, പിതാവ് ശുശ്രൂഷിച്ച കോട്ടയത്ത് MD സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്ന ഉദ്യോഗ പദവി, സറാംപൂരിലെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ എന്നുള്ള നില, അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ പുണ്യപിതാവിനെ കുറിച്ച് നമുക്ക് ഓർമ്മയായി കൊടുക്കാൻ എന്തെങ്കിലും അവശേഷിക്കുന്നു? പുരുഷാരങ്ങളുടെ കണ്ണുകൾ വിടർന്നു നിൽക്കുമ്പോൾ കർത്താവ് കാണിച്ച അത്ഭുതങ്ങളെ മുൻനിർത്തിയല്ല കർത്താവ് പറയുക, എന്റെ ഓർമ്മയെ നിങ്ങൾ ഇവിടെ ചേർക്കണമെന്ന്. ജീവനെടുക്കുന്ന വേദനയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കണം. പുണ്യപിതാവ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനെ മലങ്കര സഭയുടെ സൂര്യ തേജസ്സായി
നാം വിശേഷിപ്പിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നനവുള്ള കണ്ണോടുകൂടി തികഞ്ഞ പ്രത്യാശയിൽ നാം പ്രാർത്ഥിക്കുന്നു. ഖബറിങ്കൽ വന്ന അനേകായിരങ്ങൾ കമിഴ്ന്നു വീണ് അവരുടെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തിരിച്ചു വന്ന് നന്ദി പറയുന്ന അനേകായിരങ്ങളെയും നാം കാണുന്നു. പിതാവിനെക്കുറിച്ചുള്ള ഏത് ഓർമ്മയിലാണ് അവർ വരികയും തിരികെ വരികയും ചെയ്യുക? ഓർമ്മപ്പെരുന്നാളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം നാം യഥാർത്ഥമായി തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും വേണം. പിതാവിന്റെ ഒരു രൂപം, ഒരു ഛായാചിത്രം, അതിന്റെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ ഓർമ്മ ഇതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗവും പിതാവും അത് സമ്മതിക്കുമോ? പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി മലങ്കരയുടെ ഈ തേജസ്സിനെ കണ്ട് പഠിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ സഭ നിയോഗിച്ചിരിക്കുന്ന വിശദമായ അന്വേഷണങ്ങൾ നടത്തുന്ന ദൈവശാസ്ത്ര സമിതിയുടെ അഭിപ്രായവും ആലോചനയും തേടി ലോകത്തോട് പറഞ്ഞു, ഹി ഈസ് വെനറബിൾ. മാർ ഇവാനിയോസ് ധന്യനാണ്. ധന്യമായ ഒരു ജീവിതം, മാതൃകാപരമായ ഒരു ജീവിതം, അനുകരണീയമായ ഒരു ജീവിതം. പരിശുദ്ധ പിതാവ് അതിനോട് കൂട്ടിച്ചേർത്ത് നിശബ്ദമായി ലോകസഭയോട് പറഞ്ഞു, ഈ ആത്മാവിനെ പഠിച്ച് അനുകരിക്കുന്നത് ധന്യമാണ്. ഈസ് വെനറബിൾ. ഈ ജീവിതത്തിന്റെ മുമ്പിൽ ആലോചനയോടും പ്രാർത്ഥനയോടും ശിരസ് നമിച്ചും നിൽക്കുവാൻ യോഗ്യതയുള്ള ജീവിതമാണ്, ധന്യമാണ് ഈ ജീവിതമെന്ന് പരിശുദ്ധ പിതാവ് ലോകത്തോട് പറഞ്ഞു. ആ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലാണ് നാം നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ച എൻ്റെ ഓർമ്മയുടെ ഈ ഒരു അനുഗ്രഹത്തിന് വന്നിരിക്കുക. മാർ ഇവാനിയോസ് പിതാവിനെ നമുക്ക് ഓർമ്മയായി ദൈവം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നത് ഈ ഓർമ്മ പെരുന്നാളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ഭാഗമായിരിക്കട്ടെ. അവന്റെ വാക്കിന്റെ മുൻപിൽ മറ്റൊന്നും അല്ല പ്രധാനം. അവിടുത്തെ സമ്പാദിക്കുന്നതാണ്, അവിടുത്തെ സ്വന്തമാക്കുന്നതാണ്, അവിടുത്തെ തന്നോടൊപ്പം ചേർക്കുന്നതാണ് ജീവിതത്തിന്റെ വലിയ ഭാഗ്യമെന്ന് പിതാവ് വിശ്വസിച്ച് ജീവിച്ചു. ആൾക്കൂട്ടങ്ങളിലേക്ക് പോകാനാണ് എപ്പോഴും മനസ്സുകൾക്ക് വെമ്പൽ. ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിനാണ് മനുഷ്യ സഹജമായ ആഗ്രഹം. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഏകാന്തതയിലേക്ക് മാറുന്ന ആളുകളുടെ പ്രത്യേകത, അവരെ മറ്റെന്തോ ഒരു ശക്തി അവരെ നയിക്കുന്നുണ്ട്. ഈ വനാന്തരത്തിലേക്ക് അന്നത്തെ സാഹചര്യത്തിൽ മാർ ഇവാനിയോസ് പിതാവ് വന്നത് ആരവങ്ങളുടെ മധ്യേ നിന്നാണ്. ആരവങ്ങളുടെ മധ്യേ നിന്നാണ്. വിപരീതമായോ കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാതെയോ ആളുകൾ ചിലപ്പോഴെങ്കിലും പറയുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തെ കുറിച്ചുള്ള ആഗ്രഹത്തെക്കുറിച്ച്. മാർ ഇവാനിയോസ് പിതാവിനെ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ വിഭാഗത്തിൽ ചിന്തിക്കുന്നവർ. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായോ മാനുഷികമായ രീതിയിൽ അദ്ദേഹത്തിന് തുല്യനായി പരിഗണിക്കപ്പെടാനോ രണ്ടാമനില്ലാത്ത ഒരു കാലത്ത് ഉപേക്ഷിച്ച് വനാന്തരത്തിലേക്ക് വന്ന ജീവിതം, എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും മലയിറങ്ങി
അനാഥനെ പോലെ തന്റെ കരം പിടിച്ച അനാഥ ബാലന്റെ അതേ അവസ്ഥയിൽ ഒരു ഓർമ്മ നമുക്ക് സമ്മാനിക്കുകയാണ്. എന്താണ് ആ ഓർമ്മ? മറ്റൊന്നുമല്ല, ഒന്നാമത്തേത് അവിടുത്തെ രാജ്യവും നീതിയും. അവിടുത്തെ വാക്കിൽ പൂർണ്ണമായി വിശ്വസിച്ച് നടക്കുക അവിടുന്ന് ഏറ്റെടുത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ജൂൺ 15 പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ തിരുമേനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിവന്യ പിതാക്കന്മാർക്കും യൂറോപ്പിലെയും UK-യിലെയും നമ്മുടെ വൈദിക പ്രതിനിധികൾക്കും സമർപ്പിതർക്കും നമ്മുടെ ദൈവജനത്തിന്റെ പ്രതിനിധികൾക്കുമായി നൽകിയ പ്രത്യേകമായ ഒരു സന്ദർശനത്തിൽ പിതാവ് സംസാരിച്ചത് മുഴുവൻ നിങ്ങൾ ഒന്നോ അതിലധികമോ തവണ വായിച്ചിട്ടുണ്ടാകും. മലങ്കര സഭയെക്കുറിച്ച്, മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ച് വളരെ അർത്ഥവത്തായി ചുരുങ്ങിയ വാക്കുകളിൽ പരിശുദ്ധ പിതാവ് സംസാരിച്ചു. ആത്മീയമായ ഒരു അടിത്തറയിൽ ആരംഭിച്ച ഒരു ശുശ്രൂഷയെക്കുറിച്ച് ഈ പിതാവിന്റെ ഓർമ്മ നമുക്ക് തരുന്ന അടിസ്ഥാനപരമായ ഓർമ്മ നാം തിരിച്ചറിയണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന കുരിശുകളും കർത്താവിനോട് വിട്ടുപിരിയാതെ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്വവും ഒരോർമ്മയായി നമുക്ക് നൽകുന്നു. സിംഹക്കുഴിയിൽ ദാനിയേൽ അവന്റെ ജീവിതത്തിന്റെ വളരെ സങ്കടകരമായ നിമിഷത്തിൽ ദൈവമയച്ച ദൂതനെ കണ്ട് മുകളിലേക്ക് നോക്കി ദാനിയേൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ദൈവമേ, നീ എന്നെ ഓർത്തുവല്ലോ. ഓർമ്മയെക്കുറിച്ചല്ലേ നമ്മൾ പറയുക? ഓർമ്മ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കർത്താവായ യേശുവിലൂടെ അത് സ്വന്തമാക്കുവാൻ നമ്മുടെ പുണ്യപിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ആരവങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി നിന്ന് ഏകാന്തതയിലും നിഷ്പാതുകരായും നിശബ്ദ പ്രാർത്ഥന നടത്തുന്നവരായും ഈ തെരുവീഥിയിലൂടെ മലങ്കര സഭയുടെ മക്കൾ 5 ദിവസത്തെ പ്രാർത്ഥനായജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുനരൈക്യ ശതാബ്ദിയുടെ ഒരുക്കമായി നാം സമർപ്പിക്കുന്ന അനേകം കർമ്മ പദ്ധതികളുണ്ട്. അതിലൊട്ടും അപ്രധാനമല്ല ഒരു കാലെടുത്ത് മുൻപോട്ട് വയ്ക്കുവാൻ നിങ്ങൾ ക്ലേശിക്കുന്ന വേദനയുള്ള ആ നിമിഷങ്ങൾ. അതൊരു സമർപ്പണമാണ്. ഏറെ വേഗതയിൽ പോകുവാൻ വാഹനങ്ങൾ ഏറെയുള്ളപ്പോൾ നിങ്ങൾ പദയാത്രികരായി ഈ ശുശ്രൂഷയിൽ വേദനയോടെ ഓരോ പാദവും എടുത്ത് വൽക്കുമ്പോൾ ഈ സഭയുടെ സമർപ്പണത്തിൽ കർത്താവ് പഠിപ്പിച്ച ഓർമ്മ പുനരവതരിക്കുകയാണ്. ഈ കുർബാനയിൽ അല്പസമയം കഴിയുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയെ നോക്കി നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയും, ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാണെന്ന്. ഓർമ്മയുടെ വലിയ ഫലം അതാണ്. നാം ഏതൊന്നിലേക്ക് നോക്കി ഇത് സമാധാനമാണ്, ബലിയാണ്, സ്തോത്രമാണ്, അനുഗ്രഹമാണ് എന്ന് പറയുന്നെങ്കിൽ അത് ജീവിതത്തെ സ്പർശിക്കുന്നത് കൊണ്ടാണ്. മാർ ഇവാനിയോസ് തിരുമേനിയെ സ്വാധീനിച്ച കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ പിതാവ് നമുക്ക് സമ്മാനിച്ച് പോകുമ്പോൾ 73 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മുടെ പുതിയ തലമുറ ഇപ്പോഴും സ്വർഗത്തോട് പറയുന്നു, ഈ ഓർമ്മ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, ഈ ഓർമ്മ ഞങ്ങൾക്ക് സമാധാനമാണ്, ഈ ഓർമ്മ മലങ്കര സഭയ്ക്ക് മുഴുവൻ സമാധാനമാണ്, ഈ ഓർമ്മ
മലങ്കര സഭയുടെ നവോത്ഥാനത്തിന് സ്വർഗം നൽകിയ ഓർമ്മയാണ്. നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ഈ ഓർമ്മ നമുക്ക് സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവേ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ചേർന്ന് നിൽക്കാം. അഭ്യുന്നരായ പിതാക്കന്മാരോട്, വന്യ റമ്പാച്ചന്മാർ, കോറപ്പിസ്കോപ്പമാർ, വികാരി ജനറൽ അച്ഛന്മാർ, ആശ്രമശ്രേഷ്ഠർ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, നമ്മുടെ സമർപ്പിതരുടെ പ്രതിനിധികൾ, നമ്മുടെ ദൈവജനത്തിന്റെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധികൾ, നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് പട്ടം സ്വീകരിക്കുവാനുള്ള നമ്മുടെ ശമ്മാശന്മാർ, നമ്മുടെ മൈനസ് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികൾ, നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ചേരുമ്പോൾ സ്വർഗം ഈ സഭയെ കൂടുതൽ ബലപ്പെടുത്തും. ശതാബ്ദിയുടെ ഒരുക്കത്തിന് നാം നടത്തുന്ന ഒരു കാണിക്കയായി, സമർപ്പണമായി, പൂർണ്ണ മനസ്സോടെ നമുക്ക് ഈ വിശുദ്ധമായ കാഴ്ചയെ കർത്താവിന്റെ മുമ്പിൽ കൊടുക്കാം. നമ്മുടെ സഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികർ വന്ന് ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് വലിയ സന്തോഷത്തോടുകൂടി ഞാൻ കാണുന്നു. അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ വിവിധ പ്രദേശങ്ങൾ, ഭാരതത്തിന്റെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുമെല്ലാം അനേകര് വന്ന്, പ്രിയപ്പെട്ട അച്ഛന്മാര്, നിങ്ങൾ അവരുടെ പ്രതിനിധികളാണല്ലോ, ഈ ത്രോണോസിന്റെ മുമ്പിൽ നിന്ന് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് നിങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ഈ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സഭയൊന്നായി വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ വ്യക്തിപരമായ ഒരു നിയോഗത്തിന് വേണ്ടി കൂടിയാണ് വന്നെങ്കിൽ കൂടി നിങ്ങൾ നമ്മുടെ ഇടവക സമൂഹങ്ങളെയും സഭയെയും പ്രതിനിധാനം ചെയ്യുകയാണ്. സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി, ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ അപ്പത്തെ കർത്താവിന്റെ തിരുശരീരമായി പൂർത്തിയാക്കട്ടെ എന്ന് കരമുയർത്തി നിങ്ങൾ ത്രോണോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് പറന്ന് നിന്ന് നമ്മുടെ സഭയെ മുഴുവൻ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹീതമായ ഈ സാന്നിധ്യത്തെ ഞാൻ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ മിഷണറിമാരായി നമ്മുടെ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ലോകത്തിന്റെ മറ്റ് പല ഇടങ്ങളിൽ, ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ എത്യോപ്യയിൽ എന്ന് ഞാൻ പറയുന്നത് ആ പ്രദേശത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഒരു അടിത്തറയിലെ കണ്ടുകൊണ്ടാണ്. അവിടെയൊക്കെ നമ്മുടെ മലങ്കരയുടെ കരങ്ങളും കാലുകളും പാവപ്പെട്ടവന്റെ കുടിലിൽ കയറി ചെല്ലുമ്പോ മാറിവാനിയോസ് പിതാവ് നൽകിയ ഒരു ഓർമ്മയുമായി ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ ചെല്ലുമ്പോ ഭൂമിശാസ്ത്രപരമായ, സാമൂഹികമായ, മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് പറയുന്ന സഭയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടല്ല, സുവിശേഷത്തെ എടുത്തുകൊണ്ട് ഒരു ഭവനത്തിലേക്ക് ചെല്ലുന്ന മലങ്കരയുടെ ഒരു മകനോ മകളോ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ. പിതാവ് ആഗ്രഹിച്ചത് അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ സ്വർഗം മാനിക്കുന്ന ദിനങ്ങളിലാണ് നാം ജീവിക്കുക. നമുക്ക് ഈ കുർബാനയോട് ചേർന്ന് നന്ദി പറഞ്ഞ് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇനിയും ഇടപെടുവാൻ നമുക്ക് തുറവിയോടുകൂടി വ്യാപരിക്കാം. നാം തുറവിയോടുകൂടി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തുറന്ന് മനസ്സോടെ നമ്മെ ശുദ്ധീകരിച്ച് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകും. തുറവിയോടെ വിശുദ്ധ കുർബാനയിലേക്ക് ചേർന്ന് നിന്ന് അനുഗ്രഹീതരാകാം. ഓർമ്മ എന്നത് ഒരു ചിത്രത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമല്ല, ഒരു ജീവിതത്തിന്റെ സമ്പൂർണമായ അനുകരണീയ മാതൃകയും കർത്താവിനോട് ചേർത്തുള്ള പ്രതിച്ഛായയും എന്ന് നമുക്ക് തിരിച്ചറിയാം. അവിടത്തേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.